മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോകാം. അതായത് പാകിസ്ഥാനിൽ നമുക്കറിയാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു ഭാഗത്ത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക എയർലൈൻസിൻ്റെ ഓഹരികൾ വിൽക്കാൻ ഇപ്പോൾ ആ രാജ്യം തീരുമാനിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം 23-ന് പാകിസ്ഥാൻ എയർലൈൻസുമായി ബന്ധപ്പെട്ടുള്ള ഓഹരികൾ വിൽക്കുന്നതിൻ്റെ ലേലം ആരംഭിക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിക്കുന്നത്. ഐസൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നൽകും. ഐസൺ, ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം അല്ലെങ്കിൽ ഒരു രാജ്യം അവരുടെ ഔദ്യോഗിക എയർലൈൻസിൻ്റെ ഓഹരിയൊന്നും ഈ രീതിയിൽ വിൽക്കാൻ ശ്രമിക്കത്തില്ല. നേരത്തെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് പട്ടിണിയുടെയും ദുരന്തത്തിൻ്റെയും ഒക്കെ വാർത്തകൾ ധാരാളമായി വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴീ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായും ഗൗതം, ശക്തമായ അല്ലെങ്കിൽ വളരെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പാകിസ്ഥാൻ കടന്നു പോകുന്നു എന്ന് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ IMF ലോണുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ ശക്തമായ എതിർപ്പ് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ് IMF ലോൺ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് ഈ ലോണിൻ്റെ കാര്യത്തിലൊക്കെ ചില നീക്കുപോക്കുകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി രക്ഷപ്പെടുന്നതിനുള്ള അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിനുള്ള ചില സൗകര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് വേണ്ടി ഒരുക്കുകയും ചെയ്തു എന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വലിയൊരു തുക അനുവദിക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യമായി നടത്തുക എന്നത്. അതിൻ്റെ ഭാഗമായാണ് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർവേസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഔദ്യോഗികമായ എയർ കാരിയർ കൂടിയായ PIAയുടെ ഷെയറുകൾ വിൽക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റു ചില വിഷയങ്ങളും വരുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിയും ഈ ബിഡിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് 23-ന് നടക്കുന്ന 4 കമ്പനികളെ ബിഡിങ്ങിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു സംവിധാനം കൂടി ഇടപെട്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കമ്പനി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്തരത്തിലുള്ള വിവിധങ്ങളായ സങ്കീർണതകളിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു. ഇതൊരു ഹോൾഡിംഗ് കമ്പനിയിലേക്ക് പോവുകയാണോ എന്നൊക്കെയുള്ള രീതികളിൽ കൃത്യമായുമുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അത് കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ഭാഗമായുള്ള നടപടി തന്നെയാണ്. എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ സ്വന്തം എയർലൈനിൻ്റെ ആ ഒരു ഔദ്യോഗിക നാമം പോലും വിട്ടുകളയേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ചില രാജ്യങ്ങൾ അവരുടെ ഔദ്യോഗികമായ രാഷ്ട്രത്തിൻ്റെ ആ ഒരു ഇമെയിൽ ID പോലും മറ്റു രാജ്യങ്ങൾക്ക് നൽകി, മറ്റു ടെലിവിഷൻ ചാനലിനൊക്കെ നൽകിയതിന് ശേഷം ആ ടെലിവിഷൻ ചാനലിൽ നിന്നും വരുന്ന വരുമാനം കൊണ്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ലോകത്തുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. അതിൻ്റെ ഏറ്റവും കൃത്യമായ സൂചനയാണ് അവരുടെ എയർലൈൻസിൻ്റെ ഔദ്യോഗിക എയർലൈൻസിൻ്റെ ഓഹരികൾ തന്നെ വിൽക്കാൻ ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഈ മാസം 23-ന് ഓഹരി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലേലം ആരംഭിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.